ഇന്ന് നമുക്ക് ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കുട്ടി കുട്ടി ഹെയർ കെയർ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ എപ്പോഴും ഡെയിലി ബേസിസിൽ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ഒരു ലൂസ് ബ്രെയിഡിലോട്ടോ ലൂസ് ബൺ ഹെയർ സ്റ്റൈലിലോട്ടോ ചെയ്യാം. അങ്ങനെ ചെയ്യണത് വഴി മുടി നമുക്ക് ഡ്രൈ ആവണത് കുറയ്ക്കാം, അതുവഴി ഫ്രിസിനെസ്സും മാറ്റാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് മുടിയുടെ ടിപ്പ് നല്ലപോലെ കെയർ ചെയ്യാം. ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്കാണ് സ്പ്ലിറ്റൻസ് വരാനായിട്ട് ചാൻസ് കൂടുതൽ. അപ്പോൾ സ്പ്ലിറ്റൻസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കട്ട് ചെയ്ത് കളയാം. പിന്നെ 4 ആഴ്ചയിൽ ഒരിക്കൽ മുടിയുടെ തുമ്പൊന്ന് ട്രിം ചെയ്യാനും മറക്കണ്ട. ഫ്രിസിനെസ് മാറ്റാനായിട്ട് നമ്മുടെ മുടി നല്ലപോലെ മോയിസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം. നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ മുടിയുടെ കെട്ട് മാറ്റുന്നൊക്കെ ടൈമിൽ നമുക്ക് കുറച്ച് 4-5 ഡ്രോപ്പ് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യാം. അതുവഴി നമ്മുടെ മുടിയിലെ ഫ്രിസിനെസ് ഒക്കെ മാറ്റി മുടി നല്ല ഹെൽത്തി ആവുന്നത് നമുക്ക് അറിയാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, മുടിയിൽ നമ്മൾ ഷാമ്പു ചെയ്യണ സമയത്ത് ഒരിക്കലും കണ്ടീഷണർ സ്കിപ്പ് ചെയ്യരുത്. കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ആ ഒരു ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് പറ്റിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യണതായിരിക്കും. അപ്പോൾ